അരവിന്ദ് കെജ്രിവാളിനായി ഒരുമിച്ചിറങ്ങാൻ കോൺഗ്രസ്. മറ്റന്നാളത്തെ രാംലീല മൈതാനിലെ റാലി വൻ വിജയമാകുമെന്ന് ജയറാം രമേശ് പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രതിസന്ധിയിൽ വിദേശ ശക്തികളുടെ സഹായം ആവശ്യമില്ലെന്ന് അജയ് മാക്കനും വ്യക്തമാക്കി. हम लोग सक्षम हैं कि अपने आंतरिक मामले को हम खुद ही सुलटाएं। हमारी न्यायपालिका मजबूत है और हमें उस पर पूरा भरोसा है। तो हमें किसी भी बाहरी मदद की जरूरत नहीं है, किसी विदेशी ताकत की जरूरत नहीं है। हम सक्षम हैं और हम इस मसले को हम खुद उठाएंगे और बाहर की किसी की भी हमारे को मदद की जरूरत नहीं है. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, തെരഞ്ഞെടുപ്പ് വിഷയമാക്കി തന്നെ ഇത് മാറ്റാൻ പോവുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമ്പോൾ മറുവശത്ത് ഈ കോൺഗ്രസ് തന്നെയാണ് ഇതിൻ്റെ അഴിമതി ആരോപണത്തിൻ്റെ അതിൻ്റെ കാഠിന്യവും സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത് എന്നൊക്കെയാണ് BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായി പരിണമിക്കുന്നത്? ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഒന്നിച്ചു നിന്ന് പൊരുതാനാണ് ഈ വിഷയത്തിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വിഷയത്തിലും കോൺഗ്രസും മറ്റു പാർട്ടികളുമെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചത്. ഡൽഹിയിൽ വലിയ നിലയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി എതിരെ നിന്ന് പോരാടുകയും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ കെജ്രിവാൾ ജയിലിലായ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനും BJP പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് കാര്യമായി എത്തിക്കാനുമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്താകമാനം ഈ വിഷയം ചർച്ചയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പ്രത്യേകിച്ച് കെജ്രിവാൾ അറസ്റ്റിലായ വിഷയം ആം ആദ്മി പാർട്ടി നേരിട്ട് ആ പ്രശ്നം നേരിടുമ്പോൾ അതേസമയം തന്നെ കോൺഗ്രസ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളുടെ വേട്ടയാടലിനെ നേരിടുന്നു എന്ന ആക്ഷേപം അവരും ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം പലതരത്തിലുള്ള ആക്ഷേപം കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ഏജൻസികളെ കുറിച്ചുമുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന ഒരു വേദി എന്ന നിലയിലാണ് രാംലീല മൈതാനിയിലെ ഞായറാഴ്ചത്തെ വമ്പൻ റാലിയെ ഇന്ത്യ സഖ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാം ഞായറാഴ്ച റാലിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം.